കനാന്യരുടെ പൂർവ്വപിതാവാണ് ഈ പറയുന്ന കൈൻ എന്നും കെനൈറ്റ് ഹൈപ്പോത്തിസ് അങ്ങനെ കൊണ്ടുവരുന്നത്. അപ്പോ കെനൈറ്റ് ഹൈപ്പോത്തിസിന്റെ അടിസ്ഥാനത്തില് കെനൈറ്റ് ഹൈപ്പോത്തിസ് മാത്രം ചെറിയ പിക്ക് ചെയ്ത് എടുത്തുകൊണ്ട് വന്നാൽ കനാന്യരുടെ പിതാവ് കയ്യനും പിന്നെ കയ്യൻ മിഥ്യാന്യർ വഴി ഇസ്രായേലിന് കൈമാറിയ ദൈവമാണ് യഹോവ എന്നും വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവർ പറയുന്ന മറ്റൊരു ആർഗ്യുമെന്റ് ആണ് യഥാർത്ഥ ദൈവത്തിന് ഇഷ്ടം. യഥാർത്ഥ ദൈവം അശേരിയായിരുന്നു. ഇസ്രായേലിന്റെ യഥാർത്ഥ ദൈവം അശേരിയായിരുന്നു. അശേരിക്ക് ഇഷ്ടപ്പെട്ട യാഗം വെണ്ടയ്ക്ക, പാവയ്ക്ക, കോവയ്ക്ക തുടങ്ങിയ പച്ചക്കറിയായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ രണ്ട് ആർഗ്യുമെന്റുകൾ പരസ്പരം കണക്ട് ചെയ്ത് പഠിക്കും. ഇത് ശരിയാണോ, ഇത് കൺസിസ്റ്റന്റ് ആണോ? കൺസിസ്റ്റന്റ് ആണോ എന്ന് നോക്കാൻ ഏദൻ തോട്ടത്തിലേക്ക് പോയാൽ പോലും മാനവരാശിയുടെ തുടക്കം, ചരിത്രത്തിന്റെ തുടക്കത്തിൽ തന്നെ ആ ഹൈപ്പോത്തിസ് രണ്ടും ചേരുന്നില്ല, പരസ്പരം കോൺട്രഡിക്ട് ചെയ്യുകയാണ്. കാരണം അവിടെ യഹോവയ്ക്ക് അല്ലെങ്കിൽ സത്യദൈവത്തിന് ഈ ആദമിനും ഹവ്വയ്ക്കും തെറ്റ് ചെയ്തപ്പോൾ പാപക്ഷമയ്ക്കും വീണ്ടെടുപ്പിനും അവിടെ വെച്ച് തന്നെ ക്രിസ്തുവിനെ വാഗ്ദാനം ചെയ്ത യഥാർത്ഥ ദൈവത്തിന് ഇഷ്ടം പാവയ്ക്കും ഗോവയ്ക്കും ആയിരുന്നില്ല. അത് അർപ്പിച്ച ആൾ ആരാണ്? കയീനാണ്. അതായത് കനാന്യരുടെ പൂർവ്വപിതാവെന്ന് ഇവർ അവകാശപ്പെടുന്ന കഹീനാണ് എന്ത് ചെയ്തത്? പാവയ്ക്കും ഗോവയ്ക്കും വെണ്ടയ്ക്കും അർപ്പിച്ചത്. അപ്പോൾ ഇവർ എടുക്കുന്ന കെനൈറ്റ് ഹൈപ്പോത്തിസിസ് ശരിയാണ് എന്നവർ വിശ്വസിക്കാൻ തയ്യാറായാൽ അവർ കൂട്ടത്തിൽ ഇതുകൂടെ പറയണം, യഥാർത്ഥ ദൈവത്തിന് ഇഷ്ടം മൃഗബലിയാണ്. കാരണം ആബേൽ അർപ്പിച്ച മൃഗബലിയോടാണ് ദൈവത്തിന് ഇഷ്ടം തോന്നിയത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന ആർഗ്യുമെന്റുകൾ പരസ്പരം കൺസിസ്റ്റന്റ് അല്ല എന്ന് മാത്രമല്ല, നമ്മൾ ഈ പറയുന്ന കെനൈറ്റ് ഹൈപ്പോത്തിസിസ് വിശ്വസിക്കുന്നുമില്ല, നമ്മളത് എടുക്കുന്നില്ല. ഇതൊരു കോൺട്രവേഴ്സ്യൽ തിയറിയാണ്. ആ കോൺട്രവേഴ്സ്യൽ തിയറി എത്രമാത്രം കോൺട്രഡിക്ടറി ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ആ വാദം ഇങ്ങനെ എടുത്താൽ ഇത് ശരിയാകുമോ എന്നുള്ളൊരു പരിശോധന നമ്മൾ നടത്തിയത്.